എങ്ങനെയാണ് ഈ ഗംഗ AR റഹ്മാൻ എന്ന് പറഞ്ഞ ലോക പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞന്റെ ട്രൂപ്പിൽ വന്നത് എങ്ങനെയാണ്? സാറിന് അറിയുണ്ടാവും, നമ്മളിപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 90s ഒരുപാട് ഗായകർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ചെന്നൈയിൽ പോയി മ്യൂസിക് ഡയറക്ടേഴ്സിനെ കണ്ട് ചാൻസ് ചോദിക്കുന്ന ഒരു കാലഘട്ടം. എനിക്കറിയുന്ന എത്രയോ പേരുണ്ട്, അതിന് കൂട്ടത്തിൽ ഞാനും ചെന്നു. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയണം, റഹ്മാൻ സാർ ഫീൽഡിലേക്ക് എൻ്റർ ആയ ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും പോയി കണ്ട് ഓഡിയോ കാസറ്റ് കൊടുക്കലും ചാൻസ് ചോദിക്കലും നമ്മുടെ ഒരു റുട്ടീനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കണ്ടതാണ് റഹ്മാൻ സാറിനെ. കണ്ടപ്പോൾ തന്നെ സാർ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല സോങ്, പക്ഷെ എനിക്കൊരു ബാക്കിംഗ് വോക്കലിനൊരു പുതിയൊരു വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ ബാക്കിംഗ് വോക്കൽസ് ചേർത്തത്. സുജാ ചേച്ചിയും മിൻമനിയും ഞാനും കൂടിയാണ് ആദ്യത്തെ. എൻ്റെ ഒരു ഭാഗ്യം എന്ന് ആലോചിക്കണം, അവർ രണ്ടാളുടെയും കൂടെ അവർ എസ്റ്റാബ്ലിഷ് സിംഗേഴ്സാണ്. അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് രാസാത്തി എന്നുള്ള പാട്ട്, രാസാത്തി എന്നതില്ല, അതിൽ ഫുൾ അത് ഓരോ ലൈനിനും ആൻസേഴ്സ് വരും ബാക്കിംഗ് വോക്കൽസിൻ്റെ. അത് പാർട്സ് ഒക്കെ ഉണ്ട്, ഫുൾ കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ആ ഒരു പാട്ടാണ് എൻ്റെ ആദ്യത്തെ റഹ്മാൻ സാറിൻ്റെ അടുത്ത് വർക്ക്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 10 വർഷം അദ്ദേഹത്തിന്റെ സ്ഥിരം, അതെ, ഒരു ആസ്ഥാന ഗായികയായിരുന്നു അവിടെ. പിന്നെ ഒരു ചെറിയ കുഴപ്പമുണ്ട്, കാരണം റെക്കോർഡിങ് തുടങ്ങുന്ന 10 മണിക്ക് ശേഷം രാത്രി നമ്മൾ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാണല്ലോ. ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ പാടാൻ വേണ്ടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകം. സത്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൻ ശ്വാസക്കാറ്റടി മുതൽ മുതൽ വന്ന കാതൽ മയക്കം, ஸ்ரீகுட்டன் நீங்க ஒரு காரியம் பண்ணுங்க, அந்த முதல் வந்த காதல் மயக்கம் ചുമ്മാ ഇംപ്രവൈസ് பண்ணுங்கன்னு പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത് കൈ കെട്ടിട്ട് റഹ്മാൻ സാറ്. അപ്പോൾ ഞാൻ കൊണ്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, മുതൽ വന്ന കാതൽ മയക്കം എന്ന് പാടി, മുതൽ വന്ന കാതൽ മയക്കം, മുതൽ വന്ന കാതൽ മയക്കം, അങ്ങനെ കുറെ പാടുന്നുണ്ട് പുള്ളി. അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കണം. ഇതെല്ലാം കാലിൽ സ്വിച്ച് ഉണ്ട്, ആ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്, സകലത് റെക്കോർഡ് ചെയ്യും. പിന്നെ ഇത് വെളിയിൽ വരുമ്പോഴാണ്, പിന്നെ നമുക്ക് അറിയത്തില്ല, കാസറ്റോ CD റിലീസ് ചെയ്യുമ്പോൾ അറിയാം ഇതാണ്.